ഫവാസെ മാസപ്പടി കേസിൽ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്കാണ് ഇഡിയുടെ ഒരു പോക്ക്. പക്ഷേ ഇപ്പോൾ ശശിധരൻ കർത്തയുടെ മരുമകൻ, അതായത് അനിൽ ആനന്ദ പണിക്കർ, അദ്ദേഹത്തെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അനിൽ ആനന്ദ പണിക്കർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CMRL കമ്പനിയുടെ MD ആയിട്ടുള്ള, അല്ലെങ്കിൽ CMRL കമ്പനിയുടെ ഒരു ഉപകമ്പനി എന്ന് തന്നെ പറയേണ്ട നിപുണ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. അതായത് ശശിധരൻ കർത്തയുടെ മകളുടെ ഭർത്താവ്, എനിക്ക് തോന്നുന്നു സിബി കർത്ത, അങ്ങനെ എന്തോ ആണ് മകളുടെ പേര്. മകളുടെ ഭർത്താവിനെയാണ് വീണ്ടും ഇന്ന് ഇഡി ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഡിയുടെ ഒരു പോക്ക് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കൂടുതൽ പലതും ഇപ്പോൾ പുറത്ത് വന്നേക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു മീനിൽ മാത്രം ഒതുങ്ങുകയല്ല അവർ, വൈഡായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും രസകരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിയാസിലേക്ക് ഈ അന്വേഷണം നീളുന്നു എന്ന് പറയുന്നു. അതിൻ്റെ റീസൺ നമ്മൾ തിരക്കുമ്പോൾ ഇഡിയുടെ അന്വേഷണത്തിൽ ഈ വീണ വിജയൻ, അതായത് ഇത്രയും കോടികൾ മാസപ്പടിയായിട്ട് പോലും വാങ്ങിയിട്ടുള്ള വീണ വിജയൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത് ആകെ, അതായത് അക്കൗണ്ട് കാലിയാണ്, ആകെ 1.5 ലക്ഷം രൂപയെ ആ പാവത്തിൻ്റെ അക്കൗണ്ടിലുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന മാസപ്പടി ഇനത്തിൽ തന്നെ കോടികളോളം വാങ്ങിയിട്ടുള്ള മന്ത്രിയുടെ പത്നി കൂടിയായിരുന്ന, മുൻ മന്ത്രി പത്നി കൂടിയായിരുന്ന വീണ മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിൽ വെറും 1.5 ലക്ഷം രൂപയേ ഉള്ളൂ എന്നുള്ളത് ഒരുപാട് സംശയങ്ങളിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ക്യാഷ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റിയാസും ഇതിൽ ബിനാമിയാണ് എന്ന തരത്തിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുകയാണ്. ഇപ്പോൾ റിയാസുമായിട്ട് ചുറ്റിപ്പറ്റി ഒരുപാട് അക്കൗണ്ട് വിവരങ്ങൾ, ട്രാൻസാക്ഷൻസ് വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ ഭൂസ്വത്ത് ഉൾപ്പെടെ കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് അന്യ സംസ്ഥാനങ്ങളിൽ പോലും ഒരുപാട് നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇഡി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. മാത്രമല്ല ഇപ്പം ഏകദേശം ഇതിൽ 18.36 കോടി രൂപ ഓൾറെഡി ഇഡി ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഡി അഡ്ജുഡിക്കേറ്റഡ് കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളത് നിലവിൽ സീസ് ചെയ്ത സാധനം പെർമനൻ്റ്ലി സീസ് ചെയ്യാന്നുള്ള കാര്യം ഇഡി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ പല നിയമ കാര്യങ്ങളും ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് തിരിച്ചെടുക്കപ്പെടുന്നുള്ള കാര്യം ഇഡി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം SFIO അന്വേഷണം ആരംഭിച്ചത് 2012 മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ SFIO അന്വേഷണം. CID പറയുന്നത് അത് മാത്രം പോരാ, 2009 മുതലുള്ള SFIO അന്വേഷിച്ചത് 2012 മുതലുള്ളതാണ്. പക്ഷേ നിലവിലിപ്പോൾ ഇഡി പറയുന്നത് അത് മാത്രം പോരാ, 2009 മുതലുള്ള മൊത്തം കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതും, ഇതിൽ പലതരത്തിൽ ഈ പറഞ്ഞ പോലെ വീണ വിജയൻ ഒരു ചെറിയ ആൾ മാത്രമാണെന്നുള്ളത്, അതിന് പിന്നിൽ വലിയ തരത്തിൽ ആൾക്കാരുണ്ട് എന്നുള്ളതും ഇതിലൂടെ ഇഡി മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും ഇത് വീണ വിജയൻ എന്ന് പറയുന്നത് ചെറിയ മീനാണെന്ന് ആദ്യം മുതലേ പറയുന്നത് ഷോൺ ജോർജ് തന്നെ, അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഷോൺ ജോർജ് തന്നെ പറയുന്നത് വീണയല്ല യഥാർത്ഥ പ്രതി. വീണയെ പലരിലേക്കും വമ്പൻ സ്രാവുകളിലേക്ക് എത്താനുള്ളൊരു ഇപ്പോൾ മനസ്സിലാവുന്നത് ഇഡിയുടെ ഇപ്പോഴത്തെ ഒരു അനിൽ ആനന്ദ പണിക്കർ ഉൾപ്പെടെ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഇഡിയുടെ ലക്ഷ്യം പിണറായി വിജയൻ തന്നെ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും 1.5 ലക്ഷം രൂപ മാത്രം ഒരാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് കിടക്കുമ്പോൾ, അതായത് അക്കൗണ്ട് കാലി എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും എങ്ങോട്ട് മാറ്റി, വിദേശ നിക്ഷേപങ്ങൾ ഒരുപാടുള്ളതായിട്ട് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള, അല്ലെങ്കിൽ വിദേശത്ത് ആഡംബര ഫ്ലാറ്റുകളുള്ള പിണറായിയുടെ മക്കളുടെ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു മകൾക്ക് ഇത്രയും മാത്രം നിക്ഷേപം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഭർത്താവായ മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം സ്വാഭാവികമായിട്ടും നീളും. അപ്പോൾ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ ഇപ്പോൾ ശേഖരിച്ചു വരികയാണെന്ന് അറിയുന്നു. അതിൽ ഇഡിക്ക് ഏറ്റവും സംശയാസ്പദമായിട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിന് അന്യ സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള ഭൂസ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങളാണ്. അത് ഞെട്ടിക്കുന്നതാണ് എന്ന ഒരു പരാമർശമാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് രഹസ്യവൃത്തങ്ങൾ പറയുന്നത്. അപ്പം അത്തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും CMRL MDയുടെ മരുമകൻ ഉൾപ്പെടെ ഇപ്പോൾ ഇഡി ഓഫീസിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും പലരും റിയാസ് ആണോ യഥാർത്ഥ പ്രതി എന്ന രീതിയിലൊക്കെ ഒരുപാട് തലക്കെട്ടുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ റിയാസ് യഥാർത്ഥ പ്രതിയാണോ, അതോ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനാണോ യഥാർത്ഥ പ്രതി, അതോ ഇവരാരുമല്ലാതെ, നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ സംസാരിച്ചിരുന്നു, പിണറായി വിജയന്റെ ബന്ധുവായ ഒരാളാണ് ഈ ദുബായ് കേന്ദ്രീകൃതമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് എന്ന്. അത് സുനീഷ് അല്ല, അത് അക്കൗണ്ട് ഹോൾഡറാണ്, ജോയിന്റ് അക്കൗണ്ട് ഹോൾഡറാണ്. സുനീഷ് അല്ലാതെ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയന്റെ ബന്ധുവായിട്ടുള്ള ഒരാളാണെന്ന് വീണ വിജയന്റെ തന്നെ മൊഴിയിലുണ്ട്. അപ്പൊ ആ ബന്ധുവിന് വീണ വിജയനോടാണോ അതോ അച്ഛനായ പിണറായി വിജയനോടാണോ കൂടുതൽ മമത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ളത് എന്നുള്ളൊരു വിഷയം നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ സംസാരിച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ആരോപിക്കേണ്ടത്, ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ, മാത്യു കുഴൽനാടനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കന്മാർ ഈ വിഷയം സംസാരിക്കുന്നില്ല. BJP എടുത്തു കഴിഞ്ഞാൽ ഷോൺ ജോർജിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJP-ക്കാർ സംസാരിക്കുന്നില്ല ഈ വിഷയം. ആകെ സംസാരിക്കുന്നത് ഈ രണ്ടേ ആൾക്കാരുള്ളൂ, മാത്യുവും അതേപോലെ ഷോണും.
ഇവർ രണ്ടാരും ഒഴികെ മറ്റാരും ഇതേക്കുറിച്ച് ഒന്നും മിണ്ടുന്നേ പോലുമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ അന്വേഷണം പോയി കഴിഞ്ഞാലും ഒരു പരിധി ഉണ്ട്, അതിനപ്പുറത്തോട്ട് പോകില്ല എന്നുള്ള കാര്യം. പക്ഷേ ED ഇത്തരത്തിലുള്ള ത്വരയോടുകൂടി അന്വേഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ED ആക്രമിച്ച ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഒരു പക്ഷേ ED ആക്രമിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക വൃത്തി പിടിച്ചിട്ട് അല്ലെങ്കിൽ വെപ്രാളം പിടിച്ചിട്ട് അന്വേഷണം ED കടക്കില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ED ആക്രമിച്ചോടുകൂടി അവർ ഇത്തരത്തിലുള്ള പ്രശ്നം നേരിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല. അവിടെ ഈ പറഞ്ഞ പോലെ അവർ ആക്രമിച്ച വിഷയം ഉണ്ടായിട്ടില്ല, അവരെ കാറിൽ തടഞ്ഞു നിർത്തിയിട്ടുള്ള മണിക്കൂറോളം അവർ അന്വേഷണത്തിന് വേണ്ടി ഉള്ളിൽ കയറുന്നു, പക്ഷെ അവിടെ തടഞ്ഞു നിർത്തി പുറത്തിറങ്ങാൻ പറ്റാതെ ആക്കുന്നു. പിന്നെ അന്വേഷിക്കാൻ വരുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വെസ്റ്റ് ബംഗാൾ നടന്നിട്ടുണ്ട്, പക്ഷെ അവരെ കയ്യാങ്കളിയിലോട്ട് പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് EDയുടെ കാറിനെ ആക്രമിച്ചു, അത് EDയെ വലിയ തരത്തിലുള്ള രോഷാകുലരാക്കി. മാത്രമല്ല ED അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി എടുത്തു. ഇനി ഡു ഓർ ഡൈ എന്നുള്ള സാധനത്തിലോട്ട് അവർ പോയി കഴിഞ്ഞു. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ ED ചെയ്തു എന്ന് പറയുമ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇപ്പോൾ ED പെട്ടെന്നൊരു അന്വേഷണമായിട്ട് അല്ലെങ്കിൽ റെയ്ഡുമായിട്ട് ഇത്ര സ്ഥലങ്ങളിൽ കയറി. മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ, കണ്ണൂരിലെ പിണറായിയുടെ സ്വന്തം വീട്ടിൽ, ഇതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്ത്, അങ്ങനെ ഒരുപാട് 10ഓളം ഇടങ്ങളിലാണ് ഒരേ ദിവസം ED റെയ്ഡ് നടത്തിയത്. പക്ഷെ ഒരു ക്രൈം നടക്കുമ്പോൾ ഇപ്പോൾ ലൈഫ് മിഷൻ ആണെങ്കിലും മാസപ്പടി ആണെങ്കിലും ഒരു പ്ലേസ് ഓഫ് ഒക്കറൻസ് ഉണ്ടാവില്ലേ ദാറ്റ് ക്രൈം? അത് എവിടെയാണ്? ഇപ്പോൾ ലൈഫ് മിഷൻ കേസിലാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ആ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്നുള്ളത് കോടതി വിധികളിൽ അല്ലെങ്കിൽ FIRൽ പോലും എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു കാര്യം നടന്നു, ഇപ്പം ഞാനും ഫവാസിനെ ഞാൻ അടിച്ചു, എവിടെ ഇരുന്നിട്ടാണ് അടിക്കുന്നത്? ഈ സ്റ്റുഡിയോ ഹാളിലാണ്. അപ്പോൾ ദ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ ക്രൈമിന്റെ ഓഫീസാണ്. അപ്പൊ ഇവിടെ അന്വേഷിക്കണം എന്നുള്ളത് ഒരു പ്രാഥമികമായിട്ടുള്ള ചട്ടമാണത്. അത് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ അന്വേഷിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ ലൈഫ് മിഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഏതാണെന്ന് അതിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതാണ്. അവിടെ ഇതുവരേക്കും അന്വേഷണങ്ങളൊന്നും ലൈഫ് മിഷൻ കേസിന്റെ ഒരു ഭാഗത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷണം എത്തിയിട്ടില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മാസപ്പടി അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി വഴിയാണല്ലോ ഈ വിഷയം നടക്കുന്നത്. അപ്പോൾ ആ എക്സാലോജിക്കിന്റെ അഡ്രസ്സ് ഏതാണ്? AKG സെന്റർ ആണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈംസ് AKG സെന്റർ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ AKG സെന്ററിലേക്ക് ഇവർ എന്തുകൊണ്ട് ചെല്ലുന്നില്ല എന്നുള്ളതും ED ഇത്രയും സ്ഥലത്ത് 10ഓളം സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിനെ കൊച്ചാക്കി കാണുകയല്ല, പക്ഷെ AKG സെന്ററിന്റെ അഡ്രസ്സ് വെച്ചിട്ട് തുടങ്ങിയ ഒരു കമ്പനിയുടെ ബേസിൽ വരുന്ന ഒരു കേസിൽ AKG സെന്റർ മാത്രം ഇവർ വിട്ടുകളഞ്ഞു. അപ്പോൾ എവിടേക്കോ ഇത് പ്രഹസനമാണെന്ന് തോന്നുന്നതും എവിടേക്കോ ഇത് ഡീലാണെന്ന് തോന്നുന്നതും അല്ലെങ്കിൽ എവിടേക്കോ ഒരു കൊടുക്കൽ വാങ്ങലുണ്ട് എന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നതും ഇത്തരം കുറെ കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് ഇവർ വിട്ടുകളയുന്നത് കൊണ്ടാണ്. ഇപ്പൊ സ്വപ്ന സുരേഷ് പറഞ്ഞതുപോലെ ആ സമയത്ത് IT വിദഗ്ധര് 10 വർഷക്കാലം പിണറായിയുടെ സെക്രട്ടേറിയറ്റ് ഭരിച്ച IT വിദഗ്ധര് അവരിലേക്ക് അന്വേഷണം പോകാം. നമ്മൾ ഒരു കച്ചിത്തുരുമ്പ് പോലും വിടാണ്ടാണ് അന്വേഷണങ്ങൾ നീങ്ങേണ്ടത്. അവിടെ പല മനഃപൂർവ്വമായിട്ട് വിട്ട് കളയുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, പല തെളിവുകളും വേണ്ട എന്ന് വെക്കുന്നത് പോലെ. അപ്പൊ ഇതൊരു പേടിപ്പിക്കൽ അജണ്ട മാത്രമാണോ ഇതെന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. പല ആൾക്കാരും പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഈ IT സേവനം കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ വീണ വിജയൻ നേരിട്ട് കൊടുത്തതല്ല. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തല്ലോ, വീണ വിജയൻ അതിനുള്ള പ്രാപ്തിയോ വിദ്യാഭ്യാസമോ കഴിവൊന്നും ഇല്ലാത്ത നേതാവ്, കുറ്റം പറയല്ല, അത്തരത്തില് മാർഗവും കാര്യങ്ങളെല്ലാം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതിൽ കഴിവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറയുന്ന പല കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ IT സ്റ്റാഫിനെ വെച്ച് ഇത്തരത്തിലുള്ള കഴിവുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് പല അഡ്വൈസർ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചത് ഗവൺമെന്റ് ഒഫീഷ്യൽ കാര്യങ്ങൾ, ഔദ്യോഗിക കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താ, ഗവൺമെന്റിനെ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് യൂട്ടിലൈസ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ആയിരുന്ന കാലയളവിൽ അച്ഛന് പ്രസംഗങ്ങൾ എഴുതി കൊടുത്തതുപോലെ അച്ഛന്റെ മകൾക്ക്, ആരുമല്ലാത്ത അച്ഛൻ്റെ മകൾക്കുള്ള നിയമം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ IT ഉപദേശങ്ങളും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് സ്റ്റാഫായിട്ടുള്ള IT വിദഗ്ധർക്കായിരുന്നു എന്നുള്ളതാണ് ഫവാസും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ റിയാസ് മാത്രമല്ല, ഇപ്പം റിയാസിലേക്ക് കൂടി എത്തി നിൽക്കുന്നു. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അനിൽ ആനന്ദപ്പണിക്കരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേനും കൂടുതൽ ഇവർ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് ഇത് ഞാനല്ല നോക്കുന്നത്. ഇപ്പോൾ വീണ വിജയനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്, അച്ഛൻ്റെ ബന്ധുവായിട്ടുള്ള അദ്ദേഹമായിരുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒന്നിൽ നിന്നൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാവ്ലിൻ കേസൊക്കെ 38 തവണയോളം മാറ്റി വെക്കാൻ കഴിവുള്ള ഈ സർക്കാരിന്, ലൈഫ് മിഷൻ കേസിൽ ഒന്നും ആകാണ്ട് നിൽക്കുന്ന ഈ സർക്കാരിനെന്നല്ല, അതിൻ്റെ അറിയാതെ വന്നതാണ്. ഇങ്ങനെയുള്ളൊരു പിണറായി ഡീല്
നിലനിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ലാവ്ലിൻ കേസ് ഇത്രയും തവണ മാറ്റി വെക്കാൻ പറ്റുന്നു. ലൈഫ് മിഷൻ കേസ് വന്നു, അതൊന്നും ആയിട്ടില്ല. സ്പ്രിംഗ്ലർ അഴിമതി ഉയർന്നു വന്നു, അതൊന്നും ആയിട്ടില്ല. AI ക്യാമറ വിവാദം വന്നു, അതൊന്നും ആയിട്ടില്ല. അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് പോലും തെളിഞ്ഞോ ഒളിഞ്ഞോ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിലും മലയാളികൾക്ക് ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷ വെക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും ED അന്വേഷണം പ്രഹസനമല്ല എങ്കിൽ, സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ പലരുടെയും അറസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കണം.